ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ കാര്യങ്ങളാട്ടോ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരേ സ്ഥലത്തോട്ട് തന്നെ ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് പോയായിരുന്നു കേട്ടോ. മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ മാത്രമാണ് പോയത്. രണ്ടാമത്തെ ദിവസം പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ വന്നപ്പം അവരെല്ലാവരും കൂടെയും പോയിട്ടോ. അപ്പോൾ അതെല്ലാം കൂടെയാണ് കാണിക്കുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പൈനാപ്പിളും മാംഗോയും വാങ്ങിച്ചു കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഗാർഡനിലോട്ട് നടന്നു പോകാൻ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് ഇതും കഴിച്ചുകൊണ്ട് ഓരോ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാമല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത കടയായിട്ടൊരു കോണൊക്കെ ഉള്ള കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിക്കിയോടെ കഴിക്കാനുള്ളത് കൊണ്ട് അധികം എരിവൊന്നും ഇടാതെ ഉള്ള ഒരെണ്ണാട്ടോ വാങ്ങിച്ചത്. ഈ ഗാർഡന് പുറത്തായിട്ട് ഒരുപാട് ഷോപ്പുണ്ട്. ടോയ്സും ഉപ്പിലിട്ടതും ഐസ്ക്രീം സ്നാക്സ് അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. എനിക്കിവിടെ വരുമ്പോഴത്തേനും നമ്മൾ മൂന്നാർ പോകുമ്പോഴത്തേനും ഇങ്ങനെയാണല്ലോ, കുറേ കടകൾ ഇതുപോലെ കാണുമല്ലോ. പക്ഷേ ആ ഒരു തണുപ്പും ഇല്ല, തേയിലത്തോട്ടം ഇല്ല എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ സൺഡേ ആയിരുന്നു കേട്ടോ പോയത്. അതൊരു ഈവനിങ് ടൈം ആയപ്പോഴായിരുന്നു പോയത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം മൺഡേ പോയപ്പോഴത്തേനും ഒരു തിരക്കുണ്ടായിരുന്നില്ല. അധികം തിരക്കില്ലാത്ത ദിവസമായിട്ട് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമുക്ക് അവിടെ ഗാർഡനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരിക്കാനും ഒക്കെ സ്പേസ് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇപ്രാവശ്യം ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു സ്പേസ് ഇല്ലായിരുന്നു. ഭയങ്കര റഷായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും റീൽസൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ടാട്ടോ വന്ന് കിക്കിനെ വെച്ച് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന്. പക്ഷെ എവിടെ ചെന്നാലും ആൾക്കാരായതുകൊണ്ട് നമുക്ക് അധികം റീൽസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് റോപ്പിലും കയറണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ റോപ്പിൽ കയറും. എനിക്ക് ആ മോളിൽ നിന്നുള്ള വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കാണും. ഞാൻ പകൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് നൈറ്റ് ഒന്ന് കയറണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈവനിങ് ടൈമിലല്ലേ വന്നത്. അപ്പോൾ നൈറ്റ് കയറാം, ഇവിടെ എല്ലാം കണ്ടിട്ട് നൈറ്റ് റോപ്പിൽ കയറാമെന്നാട്ടോ ഓർത്തത്. ഇതിലൂടെ ആട്ടോ ഗാർഡൻ്റെ അകത്തോട്ട് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ ഐ ലവ് മലമ്പുഴ എന്നൊക്കെ പറഞ്ഞ് ബോച്ചയുടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്യാഷ് തന്നെ വേണം. അപ്പം ഞങ്ങൾ ക്യാഷ് എടുക്കാൻ മറന്നുപോയായിരുന്നതുകൊണ്ട് ക്യൂ നിന്നൊരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ചേട്ടനാട്ടോ നമുക്കും കൂടുതൽ ടിക്കറ്റ് എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പം കയറി വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ. നടന്നു വന്ന ക്ഷീണത്തിന് ഞങ്ങൾ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടൊരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇതിനകത്തും ഒരു ഷോപ്പുണ്ട്, സ്നാക്സ് ഒക്കെ ആയിട്ട് ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ നല്ല തിരക്കായിരുന്നു. കിക്കി ആണെങ്കിൽ അവിടെ ഒന്നും ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ നടക്കണം. ഒന്നെങ്കിൽ നമ്മൾ നടക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ നടക്കണം. അവൾ തന്നെ നടന്നു തുടങ്ങിയിട്ടില്ല. അപ്പം മുട്ടിൽ കഴിയുമ്പോഴത്തേനും നിലത്തൂടെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ടെമ്പററി വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ, ക്ലോസ്ഡ് ആയിരുന്നു. റീൽസിന് പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് തപ്പിയിട്ടാട്ടോ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നിർത്തി കുറച്ച് റീൽസൊക്കെ അവളുടെ എടുത്തു കേട്ടോ. ഈ ഒരു മരവും ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലതായിരിക്കും റീൽസ് എടുക്കാമെന്ന് ഓർത്തിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടെന്നില്ല. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ റീൽസും ഇതൊന്നും എടുത്തില്ല. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടോ. നമ്മളിപ്രാവശ്യം ഒരു ഈവനിങ് ടൈമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗാർഡനിൽ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഒക്കെ ഉച്ചയ്ക്കാണ് വന്നേക്കുക. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്ന് ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവാട്ടോ ചെയ്തത്. ഇത് കണ്ടോ, ഇത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു കൃഷ്ണൻ്റെ പ്രതിമയാട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള വെള്ളവും ലൈറ്റും എല്ലാം കൂടെ ഭയങ്കര രസമല്ലേ കാണാൻ. ആ മോളിൽ കൂടെ റോപ്പിൽ ആൾക്കാർ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്നിട്ട് പിന്നെ തിരിച്ച് പോരുവാട്ടോ ചെയ്തത്. ഇത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത്. ചേച്ചിയും ചേട്ടനൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് മലമ്പുഴ ഡാമാണ് ഉള്ളത്. അപ്പം അവിടെ പോകാമെന്ന് ഓർത്തിട്ട് റോപ്പിൽ കയറാമെന്ന് ഓർത്ത് പോയതാട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ആദ്യം ചേച്ചിയൊക്കെയാണ് കയറിയത്. അതിൻ്റെ ബാക്കിലാട്ടോ ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങളും റോപ്പിൽ കയറി. ഫ്രണ്ടിലൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ വീഡിയോ എടുത്തപ്പോഴത്തേനും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞാൻ താഴത്തോടെ എടുത്തത്. എനിക്കാണ് പേടിയുണ്ടായിരുന്നു. കാരണം ഫോൺ എങ്ങനെ താഴെ പോയാലോന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് ഞാൻ താഴത്തോടെ എടുത്തുകൊണ്ടിരുന്നത്. കയറി കഴിഞ്ഞപ്പോഴത്തേനും കിക്കിക്കാണെങ്കിൽ ഭയങ്കര പേടി. അവൾ ചേട്ടാനെ അള്ളി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് നോക്കൂലായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയിട്ടോ. ഞാൻ ആദ്യം അവളെ വിളിച്ചൊക്കെ നോക്കി തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ എന്ത് ചെയ്താൽ നോക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കാഴ്ച കണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
തിരിച്ച് നമ്മൾ പോയിട്ട് തിരിച്ചെത്താറായപ്പോഴത്തേനും കിക്കി ഉറങ്ങിപ്പോയിട്ടോ. കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അവൾ ഉറങ്ങിപ്പോയി. നമ്മൾ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവൾ എഴുന്നേറ്റു കേട്ടോ. മലമ്പുഴ ഡാമിൽ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ റോപ്പ് വ്യൂ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഭയങ്കര രസമാണ് അങ്ങനെ മുകളിൽ നിന്ന് നമുക്ക് കാണാനൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങേണ്ടടുത്ത് എത്തിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേനും പെട്ടെന്ന് ചാടി ഇറങ്ങണം, കാരണം അവിടെ അത്ര നേരം സ്റ്റോപ്പ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വരുന്ന വഴിക്ക് അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ കയറില്ല കേട്ടോ, നൈറ്റ് ആയതുകൊണ്ട് കയറിയില്ല. പിന്നെ ഞങ്ങൾ കുറേ പർച്ചേസിങ് പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്നുള്ളത് ബബിൾസിൻ്റെ തന്നെ കുറേ എണ്ണം വേറെ വേറെ മേടിക്കുക കേട്ടോ ചെയ്തത്. ഓരോ ഷേപ്പിലൊക്കെ ഉള്ളത് ഒക്കെ മേടിക്കുക ചെയ്തത്. അങ്ങനെ ഓരോ കടയും ഞങ്ങൾ കയറി ഇറങ്ങുമായിരുന്നു കേട്ടോ, ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാട്ടോ പോകുന്നത്. മാങ്ങയും പൈനാപ്പിൾ ഐസ്ക്രീമും ചോളം അങ്ങനെ എല്ലാം മിക്ക സാധനങ്ങളും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. മലമ്പുഴ പോകാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും പോകണം, നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇതിനടുത്തായിട്ട് സ്നേക്ക് പാർക്കും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ രാത്രി കൊണ്ട് അവിടെ ഒന്നും കയറിയില്ല. രാത്രി അവിടെ ഓപ്പൺ അല്ല എന്നാട്ടോ തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.